പയ്യന്നൂരിൽ CPM-ൽ കടുത്ത വിഭാഗീയത. സംഘടനാ പ്രതിസന്ധി രൂക്ഷമാക്കി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മത്സരം. പയ്യന്നൂർ നോർത്ത് ലോക്കലിലെ സമ്മേളനങ്ങളിലാണ് മത്സരം നടന്നത്. നേതൃത്വവുമായി നിസ്സഹകരണം തുടരുന്ന ബ്രാഞ്ചുകളിലാണ് മത്സരം. കരയിൽ മേഖലയിലെ 3 ബ്രാഞ്ചുകളിലും കടുത്ത മത്സരം നടന്നു. 2 മത്സരത്തിലൂടെയും 1 സമവായത്തിലൂടെയും ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, മത്സരമാണ് നടക്കുന്നത് പലയിടങ്ങളിലും. ആ മത്സരം വിഭാഗീയതയുടെ ലക്ഷണമായി തന്നെയാണോ നമ്മൾ കണക്കാക്കുന്നത്? അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ഇതൊരു വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള മത്സരം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തന്നെ നടക്കുന്നത്. പയ്യന്നൂരിൽ ഇതിനു മുമ്പും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TI മധുസൂദൻ MLA-യും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞികൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുകയും അവരെ തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വീണ്ടും നടപടിക്ക് ശേഷം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി തന്നെ തുടരുന്നു എന്നതിനുള്ള തെളിവാണ് ഇത്തരം സമ്മേളനങ്ങളിൽ കടുത്ത തോതിലുള്ള മത്സരം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും 3 ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് നേതൃത്വവുമായി നിസ്സഹകരണം തുടരുന്ന 3 ബ്രാഞ്ചുകൾ. കാര നോർത്ത്, കാര സെൻട്രൽ, കാര സൗത്ത് തുടങ്ങിയിട്ടുള്ള 3 ബ്രാഞ്ചുകളിലാണ് മത്സരം നടന്നിട്ടുള്ളത്. അതിൽ 2 മത്സരത്തിലൂടെയാണ്, അതായത് ഔദ്യോഗിക പക്ഷം നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിക്കെതിരെ വിമതപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരത്തിലൂടെയാണ് അവിടെ ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. 1 സമവായത്തിലൂടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ വിമതപക്ഷത്തിൻ്റെയും ഒരു സമവായത്തിലൂടെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. എന്തായാലും കടുത്ത തോതിലുള്ള ഒരു സംഘടനാ പ്രതിസന്ധിയിലേക്കാണ് പയ്യന്നൂരിലെ ഈ പ്രതിസന്ധികൾ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള മത്സരം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുൻപ്, അതായത് ഒരു 9 മാസങ്ങൾക്ക് മുൻപ് അവിടെ CPIM-ൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ DYFIയുടെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നിഖിൽ എന്ന് പറയുന്ന ഒരാൾ ആക്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിഖിലിനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് നേതൃത്വവുമായി ഈ വിമതപക്ഷം അല്ലെങ്കിൽ വിമത വിഭാഗം ഇടയുന്നതിന് വേണ്ടിയുള്ള കാരണമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഈ നിഖിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. അതുകൊണ്ടുകൂടി അതിനെതിരെ നടപടിയെടുക്കാതെ, നിഖിലിനെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനമായ കാരണം. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P ജയരാജൻ, മറ്റൊരു സംസ്ഥാന കമ്മിറ്റിയായിട്ടുള്ള TV രാജേഷ് തുടങ്ങിയ നേതാക്കൾ പയ്യന്നൂർ ഈ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ യോഗം ചേരുകയും അവിടെ പാർട്ടി മെമ്പർമാരോട് സംസാരിക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിഖിലിനെതിരെ നടപടിയെടുക്കാമെന്നുള്ള കാര്യം കൂടി അറിയിച്ചു. പക്ഷേ ആ നടപടി തൃപ്തികരമല്ല. കാരണം DYFIയുടെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താം എന്നുള്ളതാണ് പാർട്ടി ജില്ലാ നേതൃത്വം അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തെ അറിയിച്ചത്. പാർട്ടി നടപടി എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ നടപടിയായിരിക്കണം. DYFIയുടെ നടപടി പാർട്ടിയുടേതായി ചിത്രീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു സംഘടനാ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. മുൻപ് 2022 ജൂൺ മാസം 18-ാം തീയതി ഇത്തരത്തിൽ ഇതിനു മുൻപ് അവിടെയുള്ള ചില ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവാദങ്ങളിൽ, ചില പ്രശ്നങ്ങളിലൊക്കെ പാർട്ടി അത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളില്ല, പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഫണ്ട് തിരിമറി നടന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പത്രക്കുറിപ്പിറക്കി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മറ നീക്കി പുറത്തേക്കെത്തുന്നു. കടുത്ത മത്സരത്തിലേക്ക്, സംഘടനാ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ ലോക്കൽ നേതൃത്വത്തിനെതിരെ ശക്തമായ കരുനീക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി, ശക്തമായിട്ടുള്ള പടയൊരുക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി വിമത വിഭാഗത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അരുൺകുമാർ, എന്തായാലും പയ്യന്നൂരിലെ CPM-ൽ സംഘടനാ പ്രതിസന്ധി അതിരൂക്ഷമായി മാറുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും ശക്തമായ തോതിലുള്ള മത്സരങ്ങൾ, നേതൃത്വവുമായിട്ടുള്ള കടുത്ത അഭിപ്രായ ഭിന്നത അവിടെ ഉടലെടുത്തു വരികയുമാണ്. അരുൺകുമാർ.